ഇംഗ്ലീഷ് പഠിക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗ്രാമർ ഉണ്ടോ എന്നാൽ പിന്നെ വേണ്ട. ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഗ്രാമർ പഠിക്കാനാവില്ല. ഗ്രാമർ പഠിച്ചിട്ട് ശരിയാവുന്നില്ല, കൺഫ്യൂഷൻ ആവുന്നു, മാറിപ്പോകുന്നു. അങ്ങനെ ഒരു പരാതി നിങ്ങൾക്കില്ലേ? എങ്കിൽ ഗ്രാമർ ഈസ് നോട്ട് എ പ്രോബ്ലം എനിമോർ. ഇനി മുതൽ ഗ്രാമർ ഒരു പ്രശ്നമാവരുത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തീരുമാനിച്ചാൽ സംസാരിച്ചിരിക്കും. അതിന് നമ്മളെ മുമ്പിൽ വെല്ലുവിളി ഗ്രാമറോ എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലും നമ്മൾ ചവിട്ടി കയറും. എന്തായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ചിട്ട് കയറാം. അതെങ്ങനെ? അതും സിമ്പിളായിട്ട് നമ്മൾ ചവിട്ടി കയറും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി കളത്തിലേക്ക് ഇറങ്ങിയ പിന്നെ നമ്മൾ പഠിച്ചിരിക്കും, സംസാരിച്ചിരിക്കും. അല്ലാതെ എന്താവില്ല, നമ്മൾ കളത്തിന് കയറിയില്ല. ഇനി കളത്തിന് കയറിയാലോ വീണ്ടാമത് പഠിക്കേണ്ട ഗതികേട് നമുക്ക് ഉണ്ടാവാനും പാടില്ല. ഓക്കെ, അപ്പം വെൽക്കം ടു സ്പാർക്ക് ഹബ് ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാം. സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ ഇൻസ്പയർഡ്. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അനിവാര്യമായ ഗ്രാമറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതും ഏറ്റവും സിമ്പിളായിട്ടുള്ള രൂപത്തിൽ. സ്പാർക്ക് ഹബ് ഉണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾ പേടിക്കണ്ട. അപ്പം ഞാനൊരു അച്ചകചാന്തര അല്ലെങ്കിൽ ഒരു പിക്കാസോന്റെ കൈവാർജിച്ച് ഞാനൊരു മത്സ്യത്തെ വരക്കാൻ പോവാണ്. ഓക്കെ, എൻ്റെ മത്സ്യത്തെ കണ്ട് അന്തം വിടാൻ പാടില്ല. ഇത് മത്സ്യത്തിൻ്റെ തല, പിന്നെ ഇത് ഉടല്, ഇത് വാല്. ഓക്കെ, ഇത് എൻ്റെ ജനറേഷനിലുള്ള മത്സ്യം കേട്ടോ, ഇപ്പം കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഇനി നമ്മൾ ഏത് സെന്റൻസ് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു സ്ട്രക്ചറാണ് നമ്മളെ ഉള്ളിൽ ഓർമ്മ വരേണ്ടത്. ആദ്യം തല, ഉടല്, വാല്, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. തലയായിരിക്കും എല്ലായിടത്തും മെയിൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആള്, ഞാന്, അവന്, ഇവള്. അപ്പോൾ ഐ, ഫസ്റ്റ് നമുക്ക് ഐ പറയാം അല്ലേ? ഐ. പിന്നെ യു, നീ, ദേ, അവർ, വി, ഞങ്ങൾ, ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്. അങ്ങനെ പിന്നെ വ്യക്തികളുടെ പേര് ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് അടുത്തത് വേർബ്. വേർബ് എന്ന് പറഞ്ഞാല് ഞാൻ ക്രിക്കറ്റ് കളിച്ചു, ഐ പ്ലേഡ്. ഒബ്ജക്റ്റ് എന്താ? ക്രിക്കറ്റ്. യു, നീ വീട്ടിലേക്ക് പോയി, യു വെന്റ് ഹോം, നീ വീട്ടിലേക്ക് പോയി. ദേ wrote എക്സാം, അവർ എക്സാം എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിന്റെ സ്ട്രക്ചർ കിട്ടി. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, തല, ഉടല്, വാല്. ഐ പ്ലേഡ് ക്രിക്കറ്റ്, യു വെന്റ് ഹോം, ദേ wrote എക്സാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ എന്താ? ഞാന് ക്രിക്കറ്റ് കളിച്ചു, നീ വീട്ടിലേക്ക് പോയി, അവർ എക്സാം എഴുതി. അങ്ങനെയല്ലേ? അതേസമയം ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു, ഞാൻ ക്രിക്കറ്റ് കളിക്കും. നീ വീട്ടിലേക്ക് പോകുന്നു, നീ വീട്ടിലേക്ക് പോകും. അവർ എക്സാം എഴുതുന്നു, അവർ എക്സാം എഴുതും. ആ കാര്യങ്ങൾ കൂടി നമുക്ക് എന്താവണം? ഇംഗ്ലീഷിൽ തന്നെ പറയാൻ പഠിക്കണം. ഇതിൽ നമ്മൾ എന്ത് മാത്രമേ പഠിച്ചുള്ളൂ? കളിച്ചു, പോയി, എഴുതി, അത് മാത്രമേ പഠിച്ചുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അതും കൂടി പഠിക്കണ്ടേ? അതും നമുക്ക് ഇതിലേക്ക് സിമ്പിളായിട്ട് അങ്ങ് പഠിച്ചല്ലേ. കമോൺ, ആദ്യം ഞാനിവിടെ എഴുതി വെച്ചതൊക്കെ ഒന്ന് മായ്ക്കാം കേട്ടോ. ഇനി അടുത്തൊരു ഓപ്പറേഷൻ നടത്താൻ പോകുന്നുണ്ട്. അടുത്തൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് ഈ മത്സ്യത്തിന്റെ ഉടലുണ്ടല്ലോ, ആ ഉടലിനെ ഞാനങ്ങ് കഷ്ണാക്കാൻ പോവാണ്. 3 സ്വിച്ച് ആക്കാൻ പോവാണ്. 3 സ്വിച്ച്. അപ്പോൾ വേർബായിരുന്നില്ലത്, ഇത് സ്വിച്ച് നമ്പർ 1, V1, V2, V3. ഇതാണ് സ്വിച്ചിന്റെ പേര്. അപ്പൊ ഇനി നമ്മൾ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ഇതിൽ ഒറ്റ സ്വിച്ച് ഇടാൻ പാടുള്ളൂ. ഓക്കെ, V1, V2, V3 എന്നുള്ള ഒറ്റ സ്വിച്ച്. അപ്പൊ ഈ സ്വിച്ച് ഏതെല്ലാം രീതിയിലാണ് വരിക നോക്കാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മൾ നേരത്തെ എടുത്ത് go, went, gone, come, came, come, play, played. ആ രൂപത്തിലാണ് ഓരോ സ്വിച്ചും വരിക. ഇപ്പൊ ഗോ എന്നുള്ള വാക്കെടുത്താൽ അതിന് 3 സ്വിച്ച് ഉണ്ടാവും. കം എടുത്താലും ഉണ്ടാവും, പ്ലേ എടുത്താലും ഉണ്ടാവും. ഇത് ഏതെങ്കിലും ഒന്നേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അതിന് ശേഷം എന്ത് ചെയ്യും? അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റിനെ ചേർക്കും. ഇപ്പോൾ ഗോ, ഐ ഗോ ഹോം, ഞാൻ വീട്ടിലേക്ക് പോകും. യു കം ടു ക്ലാസ് റൂം, നീ ക്ലാസ് റൂമിലേക്ക് വരും. ഇനി ദേ പ്ലേ ഫുട്ബോൾ അല്ലേ? യെസ്. ഇവിടെ ഇനി നമുക്ക് നമ്മളെ കലാപരിപാടി തുടങ്ങാണ്.
ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോയി, നമ്മൾ നേരത്തെ പറയില്ലേ ഐ വെന്റ് ഹോം. ഇനി നമുക്ക് ഞാൻ വീട്ടിലേക്ക് പോകുന്നു, ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് പോകുന്നു, അതെങ്ങനെ പറയാം? അവിടെ നമുക്ക് ഉദാഹരണം എടുക്കാം. ആദ്യത്തെ ഞാൻ ഐ അല്ലേ, ഐ ഗോ, സ്വിച്ച് നമ്പർ 1 ആട്ടോ, V1 എടുത്ത് ഐ ഗോ ഹോം, ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഇനി യു ആണെങ്കിൽ യു ഗോ ഹോം, ദേ ആണെങ്കിൽ ദേ ഗോ ഹോം, വി ആണെങ്കിൽ വി ഗോ ഹോം. ഓക്കെ. ഇനി ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഇവർ കുറച്ച് ചങ്ങായിമാരുണ്ട്, ഹി ഷീ ഇറ്റ്, അതുപോലെ വ്യക്തികളുടെ പേരൊക്കെ. അവരങ്ങ് ജസ്റ്റ് ഓനമ ഗോ എന്നുള്ളത് മാത്രം സ്വീകരിക്കില്ല. ഹി വന്നാൽ ഹി, ഗോ എന്നുള്ള എന്താവും? ഹി ഗോസ് ഹോം, അവൻ വീട്ടിലേക്ക് പോകുന്നു. ഷീ ഗോസ് ഹോം. അതുപോലെ തന്നെ ഇനി ബാസിറ്റ് ഗോസ് ഹോം. ഓക്കെ. അപ്പൊ ഈ ഹി ഷീ ഇറ്റ് ദാറ്റ് അതുപോലെ വ്യക്തികളുടെ പേരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? വസ്തുക്കളുടെ പേരൊക്കെ ആണെങ്കിൽ ഗോ എന്നുള്ളത് ഗോസ് ആവും, V1 എന്നുള്ളത് ഗോ, കം എന്നുള്ളത് കംസ് എന്നാവും, പ്ലേ എന്നുള്ളത് പ്ലേസ് എന്നാവും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് വേർബാണെങ്കിലും അതൊരു എസ് വേർബ് ആയിട്ട് മാറും. പ്ലേസ് എന്നുള്ള എന്താവും? പ്ലേ എന്നുള്ളത് പ്ലേസ് എന്നാവും, ഗോ എന്നുള്ളത് ഗോസ് എന്നാവും, ക്രിയേറ്റ് എന്നുള്ളത് ക്രിയേറ്റ്സ് എന്നാവും. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഐ ഗോ ഹോം, യു ഗോ ഹോം. ഇനി കം ആണെങ്കിൽ ഐ കം ടു ക്ലാസ്, ദേ കം ടു ക്ലാസ്, വി കം ടു ക്ലാസ്, ഹി കംസ് ടു ക്ലാസ് എന്നാവും, ഹി കം എന്നുള്ള ഹി കംസ് എന്നാവും. ഇനി പ്ലേ എന്നാണെങ്കിൽ ഹി പ്ലേസ് എന്നാവും, ഷീ പ്ലേസ് എന്നാവും, ഇറ്റ് പ്ലേസ് എന്നാവും. ഓക്കെ. അപ്പൊ ഇനി ഇപ്പോ ഒരു കാര്യം ചെയ്യുന്നു, നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ പോകുന്നു, സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു, സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നു, അതൊക്കെ പറയണമെങ്കിൽ ഏത് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്? ആദ്യം എന്തിനെടുക്കുക? സബ്ജക്റ്റിന് എടുക്കുക, ഇതിൽ നിന്ന് V1 എടുക്കുക, ഇതിൽ നിന്ന് ഒബ്ജക്റ്റിന് എടുക്കുക. അതിന്റെ കൂടെ തന്നെ ഹി ഷീ ഇറ്റ് ഒക്കെ വരികയാണെങ്കിൽ ആ V1 കൂടെ ഒരു എസ് ചേർത്ത് കൊടുക്കുക, എസ് വേർബ് ചേർത്ത് കൊടുക്കുക. ഗോ എന്നുള്ളതാണെങ്കിൽ ഗോസ് എന്നാക്കി കൊടുക്കുക, കം എന്നുള്ളതാണെങ്കിൽ കംസ് എന്നാക്കി കൊടുക്കുക, കം എന്നുള്ളത് കംസ് എന്നാക്കുക, പ്ലേ എന്നുള്ളത് പ്ലേസ് എന്നാക്കി കൊടുക്കുക. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ ചെയ്യുന്നു, പോകുന്നു, പറയുന്നു, ആ കാര്യങ്ങളൊക്കെ പറയേണ്ട രൂപം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? പോകുന്നു എന്നതിന് പകരം പോയി എന്ന് പറയണം. ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പൊ പോയി, വന്നു, പറഞ്ഞു, ചെയ്തു, ഇരുന്നു, അങ്ങനത്തെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സ്വിച്ച് ആണ് വേണ്ടത്. സബ്ജക്റ്റ് സ്വിച്ച് നമ്പർ 2. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു, ഗോ, വെന്റ്, ഗോൺ. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ടതാ ഐ വരുമ്പം ഐ വെന്റ് ടു കാലിക്കറ്റ്. ഓക്കെ. ഇനി യു ആണെങ്കിലും വെന്റ്. ഇവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ടില്ല, ഏത് വന്നാലും നമ്മൾ എന്തെടുക്കുക? രണ്ടാമത്തെ ഈ 3 സ്വിച്ചിൽ നിന്ന് രണ്ടാമത്തെ ഏത് വേർബിനും എന്തുണ്ടാവും? 3 സ്വിച്ചുകൾ ഉണ്ടാവും. ആ സ്വിച്ചിൽ നിന്ന് രണ്ടാമത്തെ V2 നമ്മൾ ഉപയോഗിക്കുന്നത്. യു വെന്റ് ടു കാലിക്കറ്റ്, ദേ വെന്റ് ടു കാലിക്കറ്റ്, വി വെന്റ് ടു കാലിക്കറ്റ്, ഹി വെന്റ് ടു കാലിക്കറ്റ്, ഷീ വെന്റ് ടു കാലിക്കറ്റ്, ഇറ്റ് വെന്റ് ടു കാലിക്കറ്റ്, ബാസിത് വെന്റ് ടു കാലിക്കറ്റ്, ആ രീതിയിൽ പറയാം. ഇനി ക്രിക്കറ്റ് കളിച്ചതാണെങ്കിൽ ഐ പ്ലേഡ് ക്രിക്കറ്റ്, യു പ്ലേഡ് ക്രിക്കറ്റ്, ദേ പ്ലേഡ് ക്രിക്കറ്റ്, വി പ്ലേഡ് ക്രിക്കറ്റ്, ഹി പ്ലേഡ് ക്രിക്കറ്റ്, ഷീ പ്ലേഡ് ക്രിക്കറ്റ്, ഇറ്റ് പ്ലേഡ് ക്രിക്കറ്റ്. ഓക്കെ. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ സ്വിച്ച് ഉപയോഗിച്ചു, രണ്ടാമത്തെ സ്വിച്ചും ഉപയോഗിച്ചു. ഒന്നാമത്തെ സ്വിച്ച് ഉപയോഗിച്ചപ്പോൾ നമുക്ക് എന്തർത്ഥം കിട്ടി? കളിക്കുന്നു, ഇപ്പൊ കളിക്കുന്നു, ഇപ്പൊ ചെയ്യുന്നു എന്നുള്ള അർത്ഥം കിട്ടി. രണ്ടാമത്തെ സ്വിച്ച് ഉപയോഗിച്ചപ്പോൾ നമുക്ക് എന്തർത്ഥം കിട്ടി? കളിച്ചു, പോയി, ചെയ്തു, ആ അർത്ഥം കിട്ടി. അപ്പൊ ഇനി മൂന്നാമത്തെ സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടണം? ഇപ്പോ കളിക്കുന്നു എന്നുള്ളതും കിട്ടി, കളിച്ചു എന്നുള്ളതും കിട്ടി. ഇനി കളിക്കും എന്നുള്ളതല്ല കിട്ടണ്ടേ, പക്ഷേ അത് കിട്ടത്തില്ല. മൂന്നാമത്തെ തന്നെ അത് കിട്ടുന്നത് തെറ്റിദ്ധരിക്കരുത്, അത് വേറെ സംഭവമാണ്. അതെന്താന്ന് വിശദീകരിച്ചു തരാം. അതിന് തൊട്ട് മുമ്പായിട്ട് അപ്പൊ കളിക്കും എന്ന അർത്ഥം നമുക്ക് കിട്ടണ്ടേ? കളിക്കും എന്നുള്ള അർത്ഥം കിട്ടണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? ഒരു ആശാനം കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. കളിക്കും, പോകും, പറയും. നമ്മൾ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യം കൊണ്ടുവരുമ്പോൾ ഒരു സംശയം വേണ്ട, നിങ്ങൾ ഒറ്റയടിക്ക് ആശാനിങ് നിങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തോ. ആരാ ആശാനിത? വില്ല്. ഇപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു ഐ ഗോ ടു കാലിക്കറ്റ്. അതിന്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഐ വില്ല് ചേർക്കുക, ഗോ ടു കാലിക്കറ്റ്.
ഓക്കെ, വില്ല് ചേർത്തതിന് ശേഷം V1 തന്നെ ഇത് തന്നെ ഉപയോഗിക്കുക. ഐ വിൽ ഗോ ടു കാലിക്കറ്റ്. ഓക്കെ, യു വിൽ പ്ലേ ക്രിക്കറ്റ്. പിന്നെ വി വിൽ ജോയിൻ ടുമോറോ. ഞങ്ങൾ നാളെ ജോയിൻ ചെയ്യും. ഹി വിൽ ജോയിൻ ടുമോറോ, ഷീ വിൽ ജോയിൻ ടുമോറോ, ഇറ്റ് വിൽ ജോയിൻ ടുമോറോ, ബാസിത് വിൽ ജോയിൻ ടുമോറോ. അങ്ങനെ എല്ലാം പറയാം. അതിനെന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അവിടെ വില്ല് ആഡ് ചെയ്താൽ മതി. അപ്പം നമ്മൾ പോകുന്നു, പോയി, പോകും, അത് മൂന്നും പഠിച്ചു ഇല്ലേ? ഇനി നമുക്ക് കുറച്ചും കൂടി കലാപരിപാടി നടത്താനുണ്ട്. അപ്പം എല്ലായിടത്തും പ്രധാനമായിട്ടും വരുന്നതാരാ? V1. ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ രണ്ടാമത്തെ സ്വിച്ച് വന്നത്. എപ്പോ? പാസ്റ്റ് ടെൻസിന് പറയുമ്പോൾ, പോയി, വന്നു, പറഞ്ഞു, ചെയ്തു, ആ കാര്യങ്ങൾ പറയും അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, അത് പറയണം. അത് പറയണമെങ്കിൽ എന്താ പറയണ്ടേ? അത് പറയണമെങ്കിൽ നമ്മൾ ആദ്യം നമുക്കിവിടെ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഐ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ആമിനെ ചേർക്കണം. യു വരികയാണെങ്കിൽ ആറ് ചേർക്കണം. ദേ വരികയാണെങ്കിൽ ആറ് ചേർക്കണം. ബി വരികയാണെങ്കിൽ ആറ് ചേർക്കണം. ഹി വരികയാണെങ്കിൽ ഈസ് ചേർക്കണം. ഷീ വരികയാണെങ്കിൽ ഈസ് ചേർക്കണം. ഇറ്റ് വരികയാണെങ്കിൽ ഈസ് ചേർക്കണം. ഇനി വ്യക്തികളുടെ പേര് വരികയാണെങ്കിൽ ഈസ് ചേർക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ആം, ഈസ്, ആറ്, അതിലേതെങ്കിലും ഒന്ന് ചേർക്കാം. എന്നിട്ട് അതിന് ശേഷം ഇവിടെയുള്ള ഫസ്റ്റ് സ്വിച്ചിനെ തന്നെ കൊണ്ടുവരാം. ഫസ്റ്റ് സ്വിച്ച് V1. ഐ ആം ഗോ. ഗോന്റെ കൂടെ ഇവിടെ ആം വന്നാൽ പിന്നെ ഈ ഗോന്റെ കൂടെ നമ്മൾ ആരെയും കൂടി ചേർക്കണം? ഐഎൻജിനെ ചേർക്കണം. ഐം ഗോയിങ് ടു കാലിക്കറ്റ്. ഐം ഗോയിങ് ടു കാലിക്കറ്റ്. പിന്നെ യു ആർ ഗോയിങ് ടു കാലിക്കറ്റ്. They are going to Calicut. We are going to Calicut. He is going to Calicut. She is going to Calicut. It is going to Calicut. ഞങ്ങളിപ്പോൾ കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ട് അങ്ങനെ അർത്ഥം കിട്ടും. ഇനി ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ വി ആർ പ്ലേയിങ് ഫുട്ബോൾ. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ. യു ആർ പ്ലേയിങ് ഫുട്ബോൾ. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇനി അവൻ ഫുട്ബോൾ കളിക്കുന്ന he is playing football. She is playing football. It is playing football. Basit is playing football. ആ രീതിയിൽ പറയാം അല്ലേ? അപ്പൊ എന്ത് കിട്ടി? ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കും, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഐ ആം റൈറ്റിംഗ്, യു ആർ റൈറ്റിംഗ്, ദേ ആർ റൈറ്റിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്, ഹി ഈസ് റൈറ്റിംഗ്, ഇറ്റ് ഈസ് റൈറ്റിംഗ്, അങ്ങനെയാണ് പറഞ്ഞത്. ഇനി മറ്റൊരു കൺഫ്യൂഷൻ. ഇന്നലെ നീ വന്നപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ നീ വന്നപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞെന്താ? ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വന്നപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയാം? അതിന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ആം ഉപയോഗിക്കാൻ പറഞ്ഞു, യു, ദേ, വീൻ്റെ കൂടെ ആർ ഉപയോഗിക്കാൻ പറഞ്ഞു, ഹി, ഷീ, ഇറ്റ്, അതിൻ്റെ കൂടെ ഒക്കെ എന്ത് ഉപയോഗിക്കാൻ പറഞ്ഞു? ഈസ് ഉപയോഗിക്കാൻ പറഞ്ഞു. നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ വാസ് ചേർക്കുന്നു. യുവിൻ്റെ കൂടെ നമ്മൾ വേർ ചേർക്കുന്നു. ദേൻ്റെ കൂടെയും വേർ ചേർക്കുന്നു. വീൻ്റെ കൂടെയും വേർ ചേർക്കുന്നു. ഇതിൻ്റെ കൂടെ വാസ് ചേർക്കുന്നു. ഷീൻ്റെ കൂടെയും വാസ് ചേർക്കുന്നു. ഇറ്റിൻ്റെ കൂടെയും വാസ് ചേർക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ എന്ത് ചേർത്തെടുത്ത്? ഈസ് ചേർത്തെടുത്ത് വാസ് ചേർക്കുന്നു. അതുപോലെ തന്നെ ആം ചേർത്തെടുത്തും വാസ് ചേർക്കുന്നു. അതിന് ശേഷം അതേസമയം നമ്മൾ ആറ് ചേർത്തെടുത്ത് വേർ ചേർക്കുന്നു. ഐ വാസ് റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരുന്നു. യു വർ റൈറ്റിംഗ്, ദേ വർ റൈറ്റിംഗ്, വി വർ റൈറ്റിംഗ്, ഹി വാസ് റൈറ്റിംഗ്, ഷീ വാസ് റൈറ്റിംഗ്, ഇറ്റ് വാസ് റൈറ്റിംഗ്. സംഭവം സിമ്പിൾ അല്ലേ? എന്താ? ഇന്നലെ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഐ വാസ് റൈറ്റിംഗ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. യു വർ ഗോയിങ് ടു കാലിക്കറ്റ് ലാസ്റ്റ് മന്ത് നീ കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ രീതിയിൽ പറയാം. ഓക്കെ, അപ്പൊ ആ കൺഫ്യൂഷനും തീർന്നല്ലോ. ഇനി നാളെ നീ വരുമ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അതെങ്ങനെ പറയാം? യെസ്, ഇവിടെ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്താനുള്ളൂ. സംഭവം സിമ്പിളാണ്. എന്ത് ചെയ്യാതെ അപ്പൊ പിന്നെ ഇവിടെ ഈ വാസും വേറിനൊന്നും ആവശ്യമില്ല, ഇവരൊക്കെ നമ്മൾ അങ്ങ് ഒഴിവാക്കും. നാളത്തേക്ക് വരുമ്പോൾ വാസും വേണ്ട, വീസും വേണ്ട, ഈസും വേണ്ട, ആറും വേണ്ട, എല്ലാത്തിനെയും പിടിച്ച് നാടെ അടുത്തി. നമ്മൾ ആദ്യം കൊണ്ടുവന്ന നമ്മൾ ചെയ്യുന്ന പറഞ്ഞപ്പോൾ കൊണ്ടുവന്നൊരു ആശാനില്ലേ? ആര്? വിൽ. ഐ വിൽ. പിന്നെ നമ്മളൊരു ബി ചേർക്കും. ഐ വിൽ ബി റൈറ്റിംഗ്.
ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. യു വിൽ ബി റൈറ്റിംഗ്, ദേ വിൽ ബി റൈറ്റിംഗ്, വി വിൽ ബി റൈറ്റിംഗ്, ഹി വിൽ ബി റൈറ്റിംഗ്, ഷീ വിൽ ബി റൈറ്റിംഗ്, ഇറ്റ് വിൽ ബി റൈറ്റിംഗ്, ബാസിൽ വിൽ ബി റൈറ്റിംഗ്, അങ്ങനെ പറയും. ഇനി ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ബി പ്ലേയിങ്, യു വിൽ ബി പ്ലേയിങ്, ദേ വിൽ ബി പ്ലേയിങ്, ഹി വിൽ ബി പ്ലേയിങ്, ഷീ വിൽ ബി പ്ലേയിങ്, അങ്ങനെ പറയും. ഇനി ഞങ്ങൾ എന്തായിരിക്കും? ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. നാളെ നീ വരുമ്പോൾ ഞങ്ങൾ എന്തായിരിക്കും? കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വി വിൽ ബി ട്രാവലിംഗ്, യു വിൽ ബി ട്രാവലിംഗ്, ദേ വിൽ ബി ട്രാവലിംഗ്, വി വിൽ ബി ട്രാവലിംഗ്, ഹി വിൽ ബി ട്രാവലിംഗ്, ഷീ വിൽ ബി ട്രാവലിംഗ്, അങ്ങനെ പറയും. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും വരാറുള്ള മറ്റൊരു കാര്യമാണ് എന്ത്? എടാ നീ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചു. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഇനി ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നീ കോഴിക്കോട് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട്. അപ്പൊ ടുണ്ട് 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 അത് നമ്മൾക്ക് പറയണം. അതിനെന്ത് ചെയ്യണം? യെസ്, കം ഓൺ. ഇതിന്റെ ഉപയോഗം നമ്മൾ പഠിച്ചില്ലല്ലോ, അതും കൂടി പറയാം. ഐ വരുമ്പം നമ്മൾ അതിൻ്റെ കൂടെ ഹാവ് ചേർക്കാം. ഐ യുവിൻ്റെ കൂടെയും ഹാവ് ചേർക്കാം, ദേൻ്റെ കൂടെയും ഹാവ് ചേർക്കാം, വിൻ്റെ കൂടെയും ഹാവ് ചേർക്കാം, ഹീൻ്റെ കൂടെ ഹാസ് ചേർക്കാം, ഷീൻ്റെ കൂടെ ഹാസ് ചേർക്കാം, ഇറ്റിൻ്റെ കൂടെ ഹാസ് ചേർക്കാം. ഓക്കെ, യെസ്. ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോ, വെന്റ്, ഗോൺ അല്ലേ? അപ്പം ഐ ഹാവ്, ഇവിടെയാണ് നമ്മൾ മൂന്നാമത്തെ ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് ഗോൺ, ഐ ഹാവ് ഗോൺ, ഐ ഹാവ് ഗോൺ ടു കാലിക്കറ്റ്, ഞാൻ കാലിക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇനിയോ ഈറ്റ്, എയ്റ്റ്, ബ്രോഡ്, ബ്രൈറ്റ്, ബ്രിട്ടൻ. ഇപ്പം ബ്രൈറ്റിന്റെ 3 സ്വിച്ച് എടുക്കുകയാണെങ്കിൽ ബ്രൈറ്റ്, ബ്രോഡ്, ബ്രിട്ടൻ. ഐ ഹാവ് ബ്രിട്ടൻ എ നോവൽ, ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് റിട്ടൺ ഹോംവർക്ക്, ദേ ഹാവ് റിട്ടൺ ഹോംവർക്ക്, വി ഹാവ് റിട്ടൺ ഹോംവർക്ക്, ഷീ ഹാസ് റിട്ടൺ ഹോംവർക്ക്, ഹി ഹാസ് റിട്ടൺ ഹോംവർക്ക്, ഹി ഹാസ് റിട്ടൺ ഹോംവർക്ക്, ബാസിത് ഹാസ് റിട്ടൺ ഹോംവർക്ക്. അങ്ങനെ V3നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓർക്കുക, ഇതിൻ്റെ കൂടെയൊക്കെ ഹാവ് ചേർത്ത് കൊടുക്കുക. ഐ, യു, ദേവി, ഹി, ഷീ, ഇറ്റ് ഒക്കെ ആകുമ്പോൾ ഹാസ് ചേർത്ത് കൊടുക്കുക. ഇനി കം, കെയിം, കം. ഐ കം, കെയിം, കം. ഇവിടെ കമ്മും രണ്ടും ഒന്നാണ്. ഒന്നാമത്തെ സ്വിച്ചും മൂന്നാമത്തെ സ്വിച്ചും ഒന്നാണ്, കം, കെയിം, കം എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ വളരെ സിമ്പിളാണ്. ഐ ഹാവ് കം ടു ഹോം, അല്ലെങ്കിൽ ഐ ഹാവ് കം ടു കാലിക്കറ്റ്. കം ടു ഹോം എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തതാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അടുത്തെന്താ? ഐ ഹാവ് ഗോൺ ടു കാലിക്കറ്റ്, ഞാൻ കാലിക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. ഐ ഹാവ് റിട്ടൺ എ നോവൽ, ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാലിക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പണ്ട് പറഞ്ഞ സംഭവം, ഇപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഓർമ്മയൊന്നുമില്ല. നമ്മൾ പറയില്ലേ, ഞാൻ കാലിക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പൊ അതെങ്ങനെ പറയാം? അത് നമ്മൾ ഈ ഹാവ്, ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലേ, ഹാവ് ആണോ ഹാസ് ആണോ? അവിടെ ഒന്നും വേണ്ട, അതിന് രണ്ടിനെ മാറ്റി നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഹാഡ് ചേർക്കാം. ഹാഡ്, 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 ഹാഡ്. ആര് വന്നാലും ഹാഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഹാഡ്, ഹാഡ്, ഹാഡ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഐ ഹാഡ് ഗോൺ, ഐ ഹാഡ് ഗോൺ, ഐ ഹാഡ് റിട്ടൺ. പിന്നെ ഐ ഹാവ് പ്ലേഡ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ് എന്നാട്ടോ. പ്ലേഡ് രണ്ടും ഒന്നാണ്. ഐ ഹാവ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ മതി. ഇനി വി ഹാവ് പ്ലേഡ്, ഹി ഹാഡ് പ്ലേഡ്, ഷീ ഹാഡ് പ്ലേഡ്. എല്ലാത്തിനും ഹാഡ്, എല്ലാത്തിനും V3. ഓക്കെ. ഇനി ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർക്കാം. ഐ ഹാഡ് ഗോൺ ടു കൊച്ചി എന്ന് പറയാം. ഇനി ഐ ഹാഡ് റിട്ടൺ മൈ ഹോംവർക്ക് എന്ന് പറയാം. ഇനി ഐ ഹാഡ് പ്ലേഡ് ഫുട്ബോൾ എന്ന് പറയാം. ഇനി we had one example, we had created a new എന്തെങ്കിലും. ഓക്കെ. ഇനി he had eaten എന്ന് പറയാം. he had eaten ബിരിയാണി, അവൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിൽ പറയാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏറെക്കുറെ ടെൻസുകളൊക്കെ നമ്മൾ എന്തായിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനി നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയണം അല്ലേ? അതെങ്ങനെ പറയാം? അത് നിങ്ങൾക്കറിയോ?
അത് നമുക്ക് ഇതിൽ പറയണ്ട. അത് കുറച്ച് ടഫ് എന്നല്ല, പക്ഷെ അത് അത്ര വലിയ യൂസേജ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഒറ്റ റിവിഷൻ നടത്തി നോക്കാം അല്ലേ? ഒറ്റ റിവിഷൻ ഫാസ്റ്റ് ആയിട്ട് കേട്ടോ, ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റിവിഷൻ നടത്താൻ പോവുകയാണ്. അതോടുകൂടി ഇന്നത്തെ കലാപരിപാടി നമ്മൾ സമാപ്തി കുറിക്കുകയാണ്. സമാധി അല്ല കേട്ടോ, സമാപ്തി. അപ്പോൾ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് നമ്മളെ എന്തായിരുന്നു സെന്റൻസ് സ്ട്രക്ചർ? ആദ്യം സബ്ജക്റ്റ് വരണം, വേർബ് വരണം, ഒബ്ജക്റ്റ് വരണം. പിന്നെ നമ്മൾ ഇതെന്തിനാ ഡിവൈഡ് ചെയ്തേ? എന്തിനായിരുന്നു ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്താക്കണം? ചെയ്യുന്നു, ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കുന്നു, ആർത്തൊക്കെ കിട്ടണം അല്ലേ? അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ഞാൻ ചെയ്യുന്നു, ഞാൻ പോകുന്നു, പറയുന്നു. ഞാൻ ഇപ്പോൾ കാലിക്കറ്റിലേക്ക് പോകുന്നു, എങ്ങനെ പറയാ? അല്ലെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് കാലിക്കറ്റിലേക്ക് പോകാറുണ്ട്, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഐ ഗോ ടു കാലിക്കറ്റ് അല്ലേ? നമ്മൾ ഇവിടെ V1 ഉപയോഗിച്ചു. ഇനി അതിന്റെ സ്ഥാനത്ത് ഹി കൊണ്ടുവന്നാൽ എന്താവും? ഹി ഗോ എന്നുള്ളത് ഹി ഗോസ് എന്നാവും. ഹി ഗോസ് ടു കാലിക്കറ്റ് എന്നായി മാറും. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കാലിക്കറ്റിലേക്ക് പോയി എന്നെങ്ങനെ പറയാം? സംഭവം സിമ്പിളാണ്. V2 ഉപയോഗിച്ചാൽ മതി. ഐ വെന്റ് ടു കാലിക്കറ്റ്, ഹി വെന്റ് ടു കാലിക്കറ്റ് അല്ലേ? ഇനി ഞാൻ കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എങ്ങനെ പറയാ? ഐ ആം ഗോയിങ് ടു കാലിക്കറ്റ്. ഹി ആണെങ്കിലോ ഹി ഈസ് ഗോയിങ് ടു കാലിക്കറ്റ്. യെസ്. ഇനി ദേ ആണെങ്കിൽ ദേ ആർ ഗോയിങ് ടു കാലിക്കറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് പകരം എന്താക്കുന്നു? ഇന്നലെ ഞാൻ കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ കൊണ്ടുവന്ന ആം, ഈസ്, ആറ് അതിനൊക്കെ കളഞ്ഞിട്ട് അതിന്റെ കൂടെ ഐ വാസ്, ഹി വാസ്, ദേ വാസ് അല്ലേ? ഐ വാസ് ഗോയിങ് ടു കാലിക്കറ്റ്, ഞാൻ കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് ഗോയിങ് ടു കാലിക്കറ്റ്, അവൻ കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേ വാസ് ഗോയിങ് ടു, ദേ വാസ് അല്ല, ദേരുടെ കൂടെ വേർ, ദേ വേർ ഗോയിങ് ടു കാലിക്കറ്റ്. അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് നാളെ എന്ത് ചെയ്യും? കാലിക്കറ്റിലേക്ക് പോകും, എങ്ങനെ പറയാ? ഐ വിൽ ഗോ ടു കാലിക്കറ്റ് അല്ലേ? യു വിൽ ഗോ ടു കാലിക്കറ്റ്, ഷീ വിൽ ഗോ ടു കാലിക്കറ്റ്, അങ്ങനെ പറയാം. ഇനി നാളെ ഞാൻ കാലിക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, എങ്ങനെ പറയാ? ഐ വിൽ ബി ഗോയിങ് ടു കാലിക്കറ്റ്. ഞാൻ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഐ വിൽ ബി റൈറ്റിംഗ് ദ നോവൽ. ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കും. ഐ വിൽ ബി പ്ലേയിങ് ദ ഫുട്ബോൾ. ഓക്കെ, ഇനി ഞാൻ കാലിക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. ഐ ഹാവ് ഗോൺ ടു കാലിക്കറ്റ്. ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് റിട്ടൺ. ഇനി അതിന്റെ സ്ഥാനത്ത് ഹി എന്നാണെങ്കിൽ ഹി ഹാസ് റിട്ടൺ. ഇവിടെ ഷീ ആണെങ്കിൽ ഷീ ഹാസ് റിട്ടൺ, ഇറ്റ് ആണെങ്കിൽ ഇറ്റ് ഹാസ് റിട്ടൺ അല്ലേ? ദേ ആണെങ്കിൽ ദേ ഹാവ് റിട്ടൺ. ഇനി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു ഒക്കെ ആണെങ്കിൽ ഹാവിന്റെ സ്ഥാനം നമ്മൾ ഹാഡ്, അതിനെ മാറ്റിയിട്ട് ഹാഡ് കൊടുക്കും. ഐ ഹാഡ് ഗോൺ, ഐ ഹാഡ് റിട്ടൺ. ഓക്കെ, ആ രീതിയിൽ പറഞ്ഞാൽ എന്താവും? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. സംഭവം ഇത്രയും സിമ്പിളാണ് ഗ്രാമർ. ഇനി ഇതൊക്കെ പാടെ കേൾക്കുമ്പോൾ നിങ്ങൾ വീണ്ടും കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് രണ്ടിട്ടും പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? അതിന് 3 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം നമ്മൾ പഠിക്കുക. ഇപ്പൊ പഠിച്ചപ്പോൾ നിങ്ങൾ 100% ഫോക്കസ് നൽകിയില്ലേ? ഇത് രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ അതിനെന്ത് ചെയ്യുക? റിഫ്ലക്റ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്താണ് പഠിച്ചത് അത് ഓർത്തെടുക്കുക. നമ്മൾ പഠിച്ചെടുത്ത ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ഘട്ടം അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ പുതുതായിട്ട് സെന്റൻസുകൾ കണ്ടെത്തിയിട്ട് അതിൽ കൊണ്ടുപോയി ഇംപ്ലിമെന്റ് ചെയ്യുക. ഇനി ഏറ്റവും അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഒരിക്കലും മറന്നു പോകരുത്.
എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ഇതറിയാത്ത നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഇത് പറഞ്ഞും കൂടി കൊടുക്കുക. അതും കൂടി ചെയ്താൽ പിന്നെ ഇത് ഏത് സാഹചര്യത്തിലും നിങ്ങൾ സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആമാണോ ഉപയോഗിക്കേണ്ടത്, വാസാണോ ഉപയോഗിക്കേണ്ടത്, ഇനി യെസ് വെർബ് ആണോ ഉപയോഗിക്കേണ്ടത്, എന്ത് വന്നാലും നിങ്ങൾക്ക് ആ സ്പോട്ടിൽ സ്പോണ്ടാനിയസ്ലി നിങ്ങളെ നാവിൻ തുമ്പത്തുനിന്ന് അത് വരും.